അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട അബൂ ഹാസിം സലമത്ത് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഒരു ചെറിയൊരു ഉപദേശമാണ് ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഷൈആനി ഇദാ അമിൽത ബിഹിമ അസബ്ത ബിഹിമ ഖൈറ ദുനിയ വൽ ആഖിറ. ഒരു രണ്ട് കാര്യം നീ ഒന്ന് നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ മതി. ഈ രണ്ട് കാര്യം നീ ശ്രദ്ധിക്കുമ്പോൾ, ഈ രണ്ട് കാര്യം നീ വേണ്ടതുപോലെ ഗൗരവത്തോടു കൂടെ കാണുമ്പോൾ, നിനക്ക് ദുന്യവിയായ ജീവിതത്തിലും ആഖിറത്തിന്റെ ജീവിതത്തിലും നീ വിജയിച്ചു എന്ന് കരുതാം. നിനക്ക് എല്ലാ ഖൈറും അതോടുകൂടെ കിട്ടുകയാണ്. വളരെ ഗൗരവമേറിയ ഒരു ഉപദേശമാണ്. ഈ രണ്ട് കാര്യം നമ്മളിൽ ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, അമലു മാ തക്റഹു ഇദാ അഹബ്ബഹുല്ലാഹ്. അതായത് നാം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അത് അള്ളാഹുവിന് ഇഷ്ടമുണ്ടോ എന്ന് ചിന്തിക്കുക. അള്ളാഹുവിന് ഇഷ്ടമുണ്ടെങ്കിൽ അത് നമുക്ക് എത്ര വെറുപ്പുണ്ടെങ്കിലും നമുക്കത് ഇഷ്ടമേ ഇല്ല, നമ്മളെ മനസ്സത് യോജിക്കുന്നേ ഇല്ല, എന്നാലും അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ ഓടണം, അതിൻ്റെ പിന്നാലെ കൂടണം. എത്ര പ്രയാസപ്പെട്ടിട്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടിട്ടെങ്കിലും അത് നീ ചെയ്യുന്നവനാകണമെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു വാക്കാണ്. നാം പലപ്പോഴും പല ഇബാദത്തുകളൊക്കെയും ചെയ്യുന്നവരായിരിക്കാം, പക്ഷേ പല ഇബാദത്തുകളും നമുക്ക് ചെയ്യാൻ നമ്മളെ മനസ്സ് അതിന് തുനിയുന്നില്ല. എന്തോ ഒരു പ്രയാസം, എന്തോ ഒരു കഷ്ടം, എന്തോ ഒരു സന്തോഷ ഇല്ലായ്മ. ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമുണ്ട് എന്ന് നമുക്കറിയാം, എന്നിട്ടും നമ്മുടെ മനസ്സ് നമ്മളെ തടിയിച്ച അതിന് പാകപ്പെട്ട് കിട്ടുന്നില്ല. അങ്ങനത്തെ എത്രയോ നന്മകൾ, എത്രയോ നല്ല ഇബാദത്തുകൾ നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൈവിട്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ശരീരമെന്ന് പറയുമ്പോൾ പലപ്പോഴും അത് ഇബാദത്തിന് പാകപ്പെട്ട് കിട്ടണമെന്നില്ല. ശരീരത്തിന് ഇങ്ങനെ പരിചയപ്പെടുത്തു കൊടുക്കണം. ഒരു ഖുർആൻ ഓത്ത് എടുക്കുകയാണെങ്കിൽ പലപ്പോൾ ആദ്യമായി ഖുർആൻ ഓതി പതിവാക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും, വളരെ പ്രയാസമുണ്ടാകും. ഒരു ദിവസം ഒരു പേജ് പോലും നമ്മളെ കൊണ്ട് ഖുർആൻ ഓതാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞ് അതൊന്ന് പിന്മാറുകയല്ല, എങ്ങനെങ്കിലും കഷ്ടപ്പെട്ടിട്ട് അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതണമെന്ന് നാം നിർബന്ധിപ്പിച്ച് ഓതാൻ പതിവാക്കിയാൽ പിന്നെ ഓരോരോ ദിവസം നമുക്കത് പതിവായി വരും. പിന്നെ കുറച്ച് ദിവസമാകുമ്പോഴേക്ക് നമ്മൾ ആ ഖുർആൻ ഓതില്ലെങ്കിൽ നമുക്ക് പ്രയാസമുണ്ടാകുന്നൊരവസ്ഥയിലേക്ക് നാം എത്തിപ്പെടും. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, അള്ളാഹുവിന് എന്താണോ ഇഷ്ടം അതിനെ തേടിപ്പിടിച്ച് നമുക്ക് എത്ര കഷ്ടപ്പെട്ടതാണെങ്കിലും എത്ര ഇഷ്ടമില്ലാത്തതാണെങ്കിലും അത് നാം ചെയ്യുന്നവരാകണം. എന്നാൽ ദുനിയാവും ആഖിറും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെടാൻ കാരണമാകുമെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, വതത്റഖു മാ തുഹിബ്ബു ഇദാ കരിഹല്ലാഹു. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഇത് അല്ലാഹുവിന് ഇഷ്ടമില്ല എന്ന് തോന്നിയാൽ, അത് നിനക്ക് എത്ര ഇഷ്ടമുണ്ടെങ്കിലും എത്ര സന്തോഷം നിനക്ക് കിട്ടുന്ന കാര്യമാണെങ്കിലും ഒരിക്കലും പോലും അത് ചെയ്തു പോകരുതേ. അതൊന്ന് പിന്മാറണം. ഒരു പ്രാവശ്യമല്ലേ, ഒരിക്കലല്ലേ, ഒന്ന് ചെയ്യാം എന്ന് ചെയ്ത് അതിൻ്റെ പിന്നാലെ പോകുമ്പോഴേക്ക് നമ്മളെ ജീവിതത്തിൻ്റെ ബറക്കത്ത് ഇല്ലാതെ ആയി പോവുകയാണ്. പ്രത്യേകിച്ച് നാം ചെയ്യുന്ന ഹറാമിയത്ത്, നാം നമ്മളെ കണ്ണുകൊണ്ട് നോക്കുന്ന ഹറാമിയത്ത്, നമ്മളെ കൽബ് കൊണ്ട് ചിന്തിക്കുന്ന ഹറാമിയത്ത്, ഇത്തരത്തിലുള്ള ഹറാമിയത്ത് പെട്ടെന്ന് നമ്മളെ ശരീരത്തിലേക്ക് അത് വല്ലാത്ത സന്തോഷമുള്ളൊരു കാര്യം. ആ നിമിഷം താൽക്കാലിക സുഖം എന്ന സുഖം നമുക്ക് കിട്ടുകയാണ്. അതിൻ്റെ പേരിൽ നാം എത്രയോ അള്ളാഹുവിൻ്റെ ഇഷ്ടം നാം നഷ്ടപ്പെടുത്തുകയാണ്, അള്ളാഹിനെ ദേഷ്യപ്പെടുത്തുകയാണ്. ഇതിൽ നിന്ന് നാം പിന്മാറിയിട്ടില്ലെങ്കിൽ പലപ്പോഴും ഇബാദത്തുകളൊക്കെ നമുക്കുണ്ടാകാം, പക്ഷേ ഹറാമിയത്തിനെ തൊട്ട് വിട്ടുനീക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ അത് വലിയൊരു പ്രയാസമാണ്, വലിയൊരു ബുദ്ധിമുട്ടാണ്, അത് വലിയൊരു പാപമായി തീരുകയാണ്, ബറക്കത്ത് തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ രണ്ടാമതായി നാം ചിന്തിക്കേണ്ടത്, നമുക്ക് എത്ര ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും എത്ര സന്തോഷമുള്ള കാര്യമാണെങ്കിലും അല്ലാഹു
ഇഷ്ടമില്ല, അള്ളാഹുവിന് ഇത് ഇത്രമാത്രം പൊരുത്തമുള്ള കാര്യമല്ല എന്ന് നമുക്ക് തോന്നിയാൽ അതിൽ നിന്ന് നാം പിന്മാറാൻ നമുക്ക് എത്ര പ്രയാസമുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളാണ് ഒരു നല്ല തീരുമാനം എടുക്കുകയാണെങ്കിൽ തീർച്ചയായും പിന്മാറാൻ പറ്റും. അങ്ങനെ പിന്മാറിയാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വളരെ സന്തോഷമുള്ള എത്രയോ ദോഷങ്ങൾ ആ ഭാഗത്തിലേക്ക് തന്നെ നാം ചിന്തിക്കാതെ പോകുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനെ നാം പാകപ്പെടുത്തിയെടുക്കേണ്ടതെന്ന് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതിൻ്റെ താല്പര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലിയ തൗഫീഖ് ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ മുറ പോലെ ചെയ്തു തീർക്കാൻ അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.